Good morning all. Today we are going to discuss the fifth module. In the last class we have discussed about a two-way slab design, and similar to the same question we have another question. Design a simply supported slab to cover a room with internal dimension given as 4 meter by 5 meter and 230 mm thick brick walls all around. Assume a live load of 4 kN per meter square and a finished load of 1 kN per meter square. Use M20 grade concrete and Fe415 steel. Assume that the slab corners are free to lift up. Assume mild exposure condition. Compared to the previous question, here the only difference is that assume that the slab corners are free to lift up. മുന്നത്തെ ക്വസ്റ്റ്യനിൽ സ്ലാബ് കോർണേഴ്സ് ആർ റീസ്ട്രെയിൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് സ്ലാബിൽ ലോഡ് വരുമ്പം അത് ലിഫ്റ്റപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിനെ റീസ്ട്രെയിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അതിനെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് മുന്നത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ വി ആർ അസ്യൂമിങ് ദാറ്റ് ദ സ്ലാബ് കോർണേഴ്സ് ആർ ഫ്രീ ടു ലിഫ്റ്റ് അപ്പ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ടോർഷണൽ റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ ഇവിടെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ റീസ്ട്രെയിൻ ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ് അഡീഷണൽ ആയിട്ട് ഇത് വി ഹാവ് ടു for the case of restrained beams we have to go restrained slabs we have to go for the design of torsional reinforcement. ആ ഒരു ടോർഷൻ ഉണ്ടാവും അവിടെ, ആ ഒരു ഫിക്സിറ്റി വരുമ്പോൾ അവിടെ ടോർഷൻ അല്ലെങ്കിൽ ട്വിസ്റ്റിങ്ങിനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, ആ ടോർഷണൽ മൊമെൻറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വി ആർ പ്രൊവൈഡിങ് ടോർഷണൽ റീഎൻഫോഴ്സ്മെൻറ്റ്. ആൻഡ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഹിയർ ദ സ്ലാബ് കോർണേഴ്സ് ആർ ഫ്രീ ടു ലിഫ്റ്റ് അപ്പ്. അവിടെ ആ ടോർഷണൽ മൊമെൻറ്റ് അല്ലെങ്കിൽ ആ ടോർഷൻ അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. സോ വി നീഡ് നോട്ട് ടു പ്രൊവൈഡ് ദാറ്റ് ടോർഷണൽ റീഎൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ അതിവിടെ ഡിസൈൻ ചെയ്യേണ്ട. ബാക്കി എല്ലാ ഡിസൈൻ സ്റ്റെപ്സും സെയിം ആണ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ആകെ ആ കോർണറിലെ കണ്ടീഷൻ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. സോ യു ക്യാൻ ഡു ദിസ് എസ് ഹോംവർക്ക്. ദെൻ വി ക്യാൻ ഡിസ്കസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Design a slab for a room of clear internal dimension 3 meter by 5 meter supported on wall of thickness 300 mm with corners are held down. Two adjacent edges of the slab are continuous and the other two are discontinuous. The live load on the slab is 3 kN per meter square. Assume the finishing load as 1 kN per meter square. Use M20 grade concrete and Fe415 steel. സ്കെച്ച് ദ ഡീറ്റെയിൽസ് ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന സ്ലാബ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് എഡ്ജസ് ആയിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് സ്ലാബ് ദറ്റ് വാസ് ഫോർ എ പെർട്ടിക്കുലർ റൂം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഡിസൈൻ എ സ്ലാബ് ഫോർ ദ റൂം വിത്ത് ഡയമെൻഷൻ with corners are held down, that two adjacent, it is clearly specified here, the two adjacent edges of the slab are continuous and the other two are discontinuous. രണ്ട് സൈഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്നും മറ്റ് രണ്ട് എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് എഡ്ജാണ്, ഈ ക്വസ്റ്റ്യനിൽ കണ്ടിന്യൂസ് എഡ്ജാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എവിടെയാണ് വരുന്നത് നോക്കാം. സോ ആസ് പെർ ദ ഗിവൺ ക്വസ്റ്റ്യൻ വി ക്യാൻ നോട്ട് ഡൗൺ ദ ഗിവൺ ഡീറ്റെയിൽസ്. The longer dimension is given as 5 meter and the shorter dimension is 3 meter. And wall thickness is given as 300 mm. Live load is 3 kN per meter square. Floor finish load is 1 kN per meter square. Yield strength and FCK, characteristic strength are given. So as usual, മുന്നത്തെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ലോങ്ങർ ഡയമെൻഷൻ ആയിരിക്കും എന്താണെന്ന് പറയുന്നത് LY and the shorter dimension is LX. Okay, റൂമിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. It was given as 5 meter by 3 meter. Then next step number 2 is to find out whether it is a one way slab or a two way slab. അല്ലേ, നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ വൺ വേ സ്ലാബ് ആണോ ടു വേ സ്ലാബ് ആണോ എന്ന് അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഹിയർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ് ഇസ് വൺ വേ ഓർ ടു വേ സ്ലാബ് ബൈ ടേക്കിംഗ് ദ LY by LX ratio. LY by LX is equal to 5/3 which is less than 2. If it is greater than 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് we can design as one way slab, but here LY by LX ratio is less than 2. That means we have to design it as a two way slab. Okay, then coming to the third step, that is the calculation of effective depth and overall depth. Then എങ്ങനെയാണ് ഡെപ്ത് കണ്ടുപിടിക്കുന്നത്? LX by LD ഡെപ്ത് റേഷ്യോ എടുക്കും. ആൻഡ് ബൈ ഡിഫോൾട്ട് വി ഹാവ് L/25 to L/20 ആണ് എന്ത് എഫക്റ്റീവ് ഡെപ്തിൻ്റെ വാല്യൂ, L/25 to L/20. ആൻഡ് ഹിയർ വി ഹാവ് L എന്ന് പറയുന്നത് LX ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് എ ഷോർട്ടർ ഡയമെൻഷൻ 3000. സോ 3000 by 25 and 3000 by 20. The value will be in between 100 and 150, and for safety we will be taking it as 120 mm. ഓക്കെ, നമ്മളിതിനെ റെഫർ ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നതാണ് IS 456-2000 ക്ലോസ് 23.2.1. അടുത്ത സ്റ്റെപ്പ്, ഇഫക്റ്റീവ് ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഓവറോൾ ഡെപ്ത് ആസ് പെർ ദ എക്സ്പോഷർ കണ്ടീഷൻ വി ഹാവ് ദ ഇഫക്റ്റീവ് ഡെപ്ത് ഇഫക്റ്റീവ് കവർ ആസ് 25 mm. So the overall depth will be 145 mm. Next will be the calculation of effective span.
എഫക്റ്റീവ് സ്പാൻ നമ്മൾ രണ്ട് ഡയറക്ഷനിലും കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ. ലോങ്ങർ സ്പാനിലും ഷോർട്ടർ ഡയമെൻഷനിലും ദ എഫക്റ്റീവ് സ്പാൻ ഇസ് ഗിവൺ ബൈ L/12 ratio, that is we'll have L/12 ratio is equal to 250 mm, which is less than the width of the support. So we can say L effective അതെന്ന് പറയുന്നത് ആസ് പെർ ദ കോഡ് 22.2 നമ്മൾ എഫക്റ്റീവ് സ്പാൻ എടുക്കാനായിട്ട് 3-4 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആൻഡ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ, ഡിസ്കണ്ടിന്യൂസ് ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്ത് അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് എന്നായിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് edges, but in the case of continuous edge we have to go and check the condition L/12 ratio എടുക്കണം. And if the L/12 ratio, that is effective clear span divided by 12, if it is less than the width of support, then we can take the what L effective was same as clear span. മനസ്സിലായോ? L/12 റേഷ്യോ എടുക്കും. ആൻഡ് ഇഫ് ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ഈസ് ലെസ് ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ടിൻ്റെ വിഡ്ത്തിനേക്കാൾ കുറവാണ് L/12 എന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് സ്പാൻ ക്ലിയർ സ്പാൻ സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ കമ്മിങ് ടു ദ കേസ് ഓഫ് ലോങ്ങർ സ്പാനിലോട്ട് വരുമ്പം L/12 റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സപ്പോർട്ടിനേക്കാൾ കൂടുതലാണ്, വിഡ്ത്ത് ഓഫ് സപ്പോർട്ടിനേക്കാൾ കൂടുതലായിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത് അല്ലേ. 300 mm കൂടുതലാണ് L/12 റേഷ്യോ. സോ ഹിയർ ഈ ഒരു കേസിൽ നമ്മൾ എഫക്റ്റീവ് സ്പാൻ എടുക്കുന്നത് പണ്ട് ചെയ്തിരുന്നത് പോലെ തന്നെ മിനിമം ഓഫ് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ഓർ ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്ത്, ഇതിൽ രണ്ടെണ്ണത്തിൻ്റെ മിനിമം എടുത്തിട്ട് അത് തന്നെയാണ് എന്തായിട്ട് എടുക്കുക, എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എത്രയായിരിക്കും എഫക്റ്റീവ് സ്പാൻ വരിക? 5 + 0.12 which will give you 5.12 meter. Next is the calculation of width. അടുത്ത സ്റ്റെപ്പ് അല്ലേ, നമ്മൾ ഡെപ്ത് കണ്ടുപിടിച്ചു, എഫക്റ്റീവ് സ്പാനായി. നെക്സ്റ്റ് ഇസ് വിഡ്ത്ത് ഫോർ സ്ലാബ്. നമ്മളിപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ 1 മീറ്ററിന് വേണ്ടിയിട്ടാണ് വിഡ്ത്ത് ഡിസൈൻ എടുക്കാറ്. നെക്സ്റ്റ് ഇസ് ദ കാൽക്കുലേഷൻ ഓഫ് ലോഡ്. വി ഹാവ് ഡെഡ് ലോഡ്, ലൈവ് ലോഡ് ആൻഡ് ഫിനിഷിംഗ് ലോഡ്. ടോട്ടൽ വാല്യൂ എത്ര കിട്ടാം? 7.625 ആൻഡ് അൾട്ടിമേറ്റ് ലോഡ് is 11.437 kilonewton per meter. Next is the calculation of ultimate moment and limiting moment. And here നമുക്ക് മൊമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ സിൻസ് 2 edges ആർ കണ്ടിന്യൂസ് ആയിട്ട് എഡ്ജസ് വരുമ്പോൾ അവിടെ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിനുള്ള ചാൻസസ് ഉണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്. ദാറ്റ് മീൻസ് സിമിലർലി that refer to that particular clause of two-way slab, that you can see that for the case of continuous edge ആണെന്നുണ്ടെങ്കിൽ MUXും MUYയും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആ പർട്ടിക്കുലർലി ആ കോഡിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സെയിം തന്നെയാണ് ഇക്വേഷൻ. α(x) WU L effective x square തന്നെയാണ് MUX. ആൻഡ് വി ഹാവ് ദാറ്റ് α(x) ദാറ്റ് ഈസ് മൊമെൻറ്റ് പോസിറ്റീവ് നെഗറ്റീവ് മൊമെൻറ്റ്സും ഉണ്ടാവും. MUX പോസിറ്റീവും MUX നെഗറ്റീവും ഉണ്ടാവും. സിമിലർലി MUY പോസിറ്റീവും MUY നെഗറ്റീവും ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ α(x) പോസിറ്റീവും α(x) നെഗറ്റീവും ഉണ്ടാവും, α(y) പോസിറ്റീവും α(y) നെഗറ്റീവും ഉണ്ടാവും. ദാറ്റ് ഈസ് ആ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും α(x) പോസിറ്റീവിൻ്റെ, α(x) നെഗറ്റീവിൻ്റെ, α(y) പോസിറ്റീവ് ആൻഡ് α(y) നെഗറ്റീവ്. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ആ കോഡിലുണ്ട്. ഓക്കെ. ആൻഡ് ഇഫ് യു ആർ ഹാവിങ് എനി ഡൗട്ട്സ് ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് α(x) α(y) എടുക്കുന്നതെന്നുള്ളത്. ആൻഡ് ഹിയർ വി വിൽ ഗെറ്റ് α(x) എല്ലാത്തിനും വാല്യൂസ് ഉണ്ട്. സിമിലർ ഫ്രം ദാറ്റ് കറസ്പോണ്ടിങ് വാല്യൂ ക്യാൻ ഫൈൻഡ് ഔട്ട് MUX1 MUY1 MUY2 ആൻഡ് MUX2. ഓക്കെ, ഇത് ഇത്രയും വാല്യൂസ് നമ്മൾ ആ ടേബിളിൽ നിന്ന് എടുക്കും. അത് കഴിഞ്ഞിട്ട് മൊമെൻറ്റ്സ് കണ്ടുപിടിച്ചു. ദെൻ ലിമിറ്റിംഗ് മൊമെൻറ്റുകൾ കണ്ടുപിടിക്കുക ഇൻ X ഡയറക്ഷൻ ആൻഡ് ഇൻ Y ഡയറക്ഷൻ. ആൻഡ് ഇൻ X ഡയറക്ഷൻ 0.138 FCK/BD². എഫക്റ്റീവ് ഡെപ്ത് സെയിം തന്നെയാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് Y ഡയറക്ഷനിലോട്ട് വരുമ്പോൾ ലിമിറ്റ് Y വരുമ്പോൾ DY എന്ന് പറയുന്നത് ഇറ്റ് ഇസ് DX മൈനസ് ദ ബാർ ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ DY means DX minus the bar diameter. Then you can get effective depth in Y direction as 110 mm. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് MU ലിമിറ്റ് Yയും കണ്ടുപിടിച്ചു. ഓക്കെ, MU ലിമിറ്റ് X കണ്ടുപിടിക്കുമ്പോൾ എടുക്കുന്ന എഫക്റ്റീവ് ഡെപ്ത് സെയിം ആയിരിക്കും, ക്വസ്റ്റ്യനിലെ സെയിം എഫക്റ്റീവ് ഡെപ്ത് ആയിരിക്കും. ബട്ട് MU ലിമിറ്റ് Y കണ്ടുപിടിക്കുമ്പോൾ എഫക്റ്റീവ് ഡെപ്ത് എന്താവും? DY ആവും. ഓക്കെ, അത് ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് MUXും MUYയും ഈ മുന്നത്തിൽ നിന്ന് മാക്സിമം ആയിട്ടുള്ള വാല്യൂസ് എടുക്കുക. ദാറ്റ് ഇസ് MUX1 MUY1 X2 ഉണ്ട്. അതിൽ രണ്ടിൽ മാക്സിമം ഏതാ? 8.482. ഓക്കെ, അതുപോലെ തന്നെ MUY1 ആൻഡ് MUY2 മാക്സിമം ഏതാ വരിക? 4.3. സോ ടേക്ക് ദാറ്റ് മാക്സിമം വാല്യൂസ് ആസ് യുവർ MUX ആൻഡ് MUY. എന്നിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക MU ലിമിറ്റ് Xും MU ലിമിറ്റ് Yയും. എന്നിട്ട് എന്താണ് സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ലോഡ് വരെ സെയിം തന്നെയാണ്. മൊമെൻറ്റിലോട്ട് വരുമ്പോൾ സിൻസ് ദ എഡ്ജസ് ആർ കണ്ടിന്യൂസ് വി ഹാവ് ടു ഗോ ആൻഡ് ചെക്ക് ഫോർ
the negative and positive moments, and you will get the values of MUX positive, MUX negative, MUY positive, MUY negative. 4 set of moments കിട്ടും. And limiting moment ഇതുപോലെ MU limit X and MU limit Y, and compare those things. എങ്ങനെയാണ് MUX പോസിറ്റീവ് ആൻഡ് MUX നെഗറ്റീവ് ഉണ്ടാവും, അതിൽ രണ്ടിലെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് എന്തുണ്ട് കമ്പയർ ചെയ്യാൻ എടുക്കേണ്ടത്. സിമിലർലി MUY പോസിറ്റീവും MUY നെഗറ്റീവും വരും, അതിൽ മാക്സിമം എടുത്തിട്ട് വേണം എന്ത് കമ്പയർ ചെയ്യാൻ. Then similarly calculation of AST, രണ്ട് ഡയറക്ഷനിലും X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും calculate ചെയ്യണം with the same equation, and we got AST required in X direction as 202.88 mm square, and we got a spacing of 380 mm. Okay, then അടുത്ത സ്റ്റെപ്പ് എന്താണ്, സ്പേസിങ് ചെക്ക് ചെയ്യണം അല്ലേ, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ സ്പേസിങ് ചെക്ക് ചെയ്യുക. ആൻഡ് വി ഗോട്ട് സ്പേസിങ് ഓഫ് 300 mm. ദെൻ AST X പ്രൊവൈഡഡ്, റിക്വയർഡിൽ നിന്ന് നമ്മൾ സ്പേസിങ് കണ്ടുപിടിച്ച് ചെക്ക് ചെയ്താൽ പിന്നെ പ്രൊവൈഡഡ് AST കണ്ടുപിടിക്കാം. And we got the value as 261.79 mm square. As a conclusion we can say provide 10 mm bars at 300 mm spacing. Okay, ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഷോർട്ടർ സ്പാൻ ആണ് ചെയ്തത്. സിമിലർ സ്റ്റെപ്സ് ആർ റിപ്പീറ്റഡ് ഇൻ ദ കേസ് ഓഫ് ലോങ്ങർ സ്പാൻ വേർ MUY. Okay, we got the value of MUY as 4.33 into 10 to the power 6. Then AST Y required എത്രയാണെന്ന് കണ്ടുപിടിക്കുക. സ്പേസിങ് by assuming a suitable bar diameter will be determining the spacing as 1000 into small AST. Small AST means area of 1 bar divided by capital AST overall area steel. Then we obtained a spacing of 600 mm, and that is check here. After checking we can adopt we can provide AST provided. We can conclude provide 10 mm bars at 300 mm spacing. Similarly we have to go for check for the deflection. Deflection checking കൂടെ ചെയ്യുക. And here also it is restrained condition ആയതുകൊണ്ട് എന്ത് ചെയ്യണം, here we have that check L effective Y by D, it should not be greater than L by D base into K1, K2, K3, the modification factors, where L effective Y by D is 42.667 and K1 എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ ഫാക്ടർ നമുക്ക് എത്ര കിട്ടുക, 2 ആണ് കിട്ടുക. ഓക്കെ, അത് കോഡിൽ നിന്ന് എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ കോർണേഴ്സ് റീസ്ട്രെയിൻഡ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം. ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ X ഡയറക്ഷൻ എങ്ങനെയാണ്, 3/4 of AST provided in X direction. Similarly AST torsion in Y direction എന്ന് പറയുമ്പോൾ എന്താ, 3/4 of AST provided in Y direction. Then as usual എന്ത് ചെയ്യുക, സ്പേസിങ് കണ്ടുപിടിക്കുക, സ്പേസിങ്ങിൻ്റെ ചെക്ക് ചെയ്യുക, AST provided എത്രയാണെന്ന് നോക്കുക, ആൻഡ് സെയിം AST torsion in Y directionലും സെയിം സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് AST torsion എന്ന് പറയുന്നത് 3/4 of the AST provided in that particular direction. ആ ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി. Then as a conclusion we can say provide 10 mm bars at 300 mm spacing as torsional reinforcement in X direction, and similarly in Y direction also the same, provide 10 mm bars at 300 mm spacing. Next is the calculation of edge strip. ഒരു മിഡിൽ സ്ട്രിപ്പ് എഡ്ജ് സ്ട്രിപ്പ് എന്നുള്ള കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ദ കേസ് ഓഫ് എഡ്ജ് സ്ട്രിപ്പ് എങ്ങനെയാണ്, മിനിമം AST പ്രൊവൈഡ് ചെയ്താൽ മതി. AST ഈസ് ഈക്വൽ ടു 0.12/100 into B into D. ആ ഒരു ഏരിയ ഓഫ് സ്റ്റീലിൽ നിന്ന് സ്പേസിങ് കണ്ടുപിടിച്ചു, ചെക്ക് ചെയ്യുക, ആൻഡ് AST പ്രൊവൈഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. Then as a conclusion for edge strip you can say provide 10 mm bars at 300 mm spacing. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിലിംഗ് വരയ്ക്കും. മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ X ആൻഡ് Y ഡയറക്ഷനിൽ കാണിക്കുക. ദെൻ ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുക. ഓക്കെ, താങ്ക് യു.